പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം വഷളാകുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ചരിത്ര രേഖകളിലൊന്നായ ഗ്രേറ്റ് ഐസിയ സ്ക്രോൾ അഥവാ യെശയ്യാ പ്രവചനത്തിന്റെ ചുരുൾ സംരക്ഷിക്കാൻ ഇസ്രായേൽ മ്യൂസിയം അടിയന്തര നടപടി സ്വീകരിച്ചു. ഇറാനും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള ശക്തികളിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളോ സ്ഫോടനങ്ങളോ ഈ പുരാതന നിധിക്ക് കേടുപാടുകൾ വരുത്താതിരിക്കാൻ മ്യൂസിയത്തിലെ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ അറയിലേക്കാണ് ഇത് മാറ്റിയത്. മ്യൂസിയത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 1968 ശേഷം ആദ്യമായി ഈ ചുരുൾ അതിന്റെ പൂർണ്ണരൂപത്തിൽ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിച്ചു വരികയായിരുന്നു. എന്നാൽ സംഘർഷം കടുക്കുകയും വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുകയും ചെയ്തതോടെ മ്യൂസിയം അധികൃതർ എമർജൻസി പ്രോട്ടോകോൾ നടപ്പിലാക്കി. സ്ഫോടനങ്ങളെയും തീപിടുത്തത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ പ്രത്യേക സുരക്ഷാ ഷീൽഡിനുള്ളിലേക്കും ഭൂഗർഭ അറകളിലേക്കും ഈ ചരിത്രരേഖ മാറ്റി. ജെറുസലേമിലെ ഇസ്രായേൽ മ്യൂസിയത്തിന് കീഴിലുള്ള ഷ്രൈൻ ഓഫ് ദി ബുക്ക് എന്ന വിഭാഗത്തിലാണ് ഇത് സാധാരണയായി സംരക്ഷിക്കപ്പെടുന്നത്. ഏകദേശം 2100 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണിതെന്ന് ഗവേഷകർ കരുതുന്നു. 1947 ചാവുകടലിന് സമീപമുള്ള കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ചുരുളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പൂർണ്ണരൂപത്തിലുള്ളതുമായ രേഖയാണിത്. ഹീബ്രു ബൈബിളിലെ യെശയ്യാ പ്രവചന പുസ്തകത്തിലെ 66 അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ചുരുളിന് ഏകദേശം 24 അടി നീളമുണ്ട്. യുദ്ധസമയത്ത് ദേശീയ നിധികൾ സംരക്ഷിക്കുന്നതിനുള്ള കർശനമായ ചട്ടങ്ങളുടെ ഭാഗമായി യെശയ്യാ ചുരുളിന് പുറമെ മറ്റു പല വിലപിടിപ്പുള്ള പുരാവസ്തുക്കളും പ്രദർശനശാലകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പകരം ഇവയുടെ പകർപ്പുകൾ മാത്രമാണ് ഇപ്പോൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതുവരെ ഈ ചരിത്രനിധികൾ ഭൂഗർഭ അറയിൽ തുടരുമെന്ന് മ്യൂസിയം അധികൃതർ വ്യക്തമാക്കി. മാനവ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ അടയാളങ്ങൾ സംരക്ഷിക്കുന്നത് ലോക ചരിത്രത്തിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു.